ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെ വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ബേസിക് സ്ലീവ് എങ്ങനെയാണ് ക്രാഫ്റ്റ് ചെയ്ത് കട്ട് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാൻ പോകുന്നത്. അതിനാണ് ആദ്യം തന്നെ ഞാനൊരു പേപ്പർ എടുത്ത് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഫോൾഡിംഗ് വരുന്ന ഭാഗത്ത് നിന്ന് താഴേക്ക് നമുക്ക് ആവശ്യമുള്ള ലെങ്ത് പ്ലസ് തയ്യൽ തുമ്പ് എടുത്ത് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വീതി നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് പേപ്പർ ആയതുകൊണ്ടുള്ള വീതി ഞാൻ പെട്ടെന്നുള്ളൂ. ഇത് റഫായിട്ടൊന്ന് കാണിച്ചു തരാണ് എങ്ങനെ നമ്മൾ സ്ലീവ് ക്രാഫ്റ്റ് ചെയ്യാനുള്ളത്. ആവശ്യമുള്ള വീതിയിൽ കിട്ടുന്നത് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ നിന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഫോൾഡിംഗ് വരുന്ന ഭാഗത്ത് നിന്ന് ആ പോയിന്റിലോട്ട് ഒരു ലൈൻ വരയ്ക്കുക. ശേഷം ആ ലൈനിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള അളവ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ആംപോൾ അളവും ചുറ്റളവും അതിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. കിട്ടുന്നുണ്ടെന്നാണെങ്കിൽ നമ്മുടെ ആംപോളിൻ്റെ അളവ് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആംപോൾ ചുറ്റളവ് എത്രയാണോ വരുന്നത് അത് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക. നമുക്ക് തയ്യൽ തുമ്പ് 1 ഇഞ്ച് മുതൽ 2 ഇഞ്ച് വരെ എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ കറക്റ്റ് അളവ് മാർക്ക് ചെയ്തതിന് മുകളിലേക്കുള്ള ലൈൻസിൽ നിന്ന് കറക്റ്റ് 3 ഡിവൈഡ് ചെയ്യുക. അതിനെ 0, 1, 2, 3 എന്നിങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ്സിനെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ അതിൽ 1 എന്ന് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് മുകളിലോട്ട്, അതായത് ഫോൾഡിങ്ങിന് തൊട്ട് അടുത്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് മുകളിലോട്ട് അരയിഞ്ചും 2 എന്ന് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് താഴേക്ക് അരയിഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റ്സ് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. കുഴിഞ്ഞ് വരുന്ന ഭാഗമാണ് നമുക്ക് കൈക്കുഴിയുടെ ഭാഗമായിട്ട്, അതായത് ഫ്രണ്ട് പോർഷനിൽ കൈക്കുഴിയുടെ ഭാഗമായിട്ട് വരുന്നത്. നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ആ 2 എന്ന് മെൻഷൻ ചെയ്തവിടെ വേണമെങ്കിൽ ഒരു 4 ഇഞ്ചോട് ഉള്ളിലേക്ക് എടുത്തിട്ട് നമുക്ക് ബാക്ക് സ്ലീവ് ഒന്ന് ഷേപ്പ് ചെയ്യാം. ഇവിടെ ഞാൻ റഫായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് ഷേപ്പ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചുറ്റാറ് ബ്ലൗസ് ഒക്കെ നമുക്ക് കുറച്ചൊരു പെർഫെക്ഷൻ ആയിട്ട് സ്ലീവിൻ്റെ പോർഷൻ നിൽക്കും. അതിനുശേഷം നമ്മൾ ബോട്ടം റൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് പ്ലസ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നു. ശേഷം മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ പോയിന്റ്സിലേക്ക് ലൈൻ വരയ്ക്കണം. ആദ്യം വരച്ച ലൈന് കട്ടിംഗ് ലൈനും രണ്ടാമത് വരച്ച ലൈന് സ്റ്റിച്ചിങ് ലൈനാണ്. നമ്മൾ കട്ടിംഗ് ലൈനിൽ കൂടെ നമ്മൾ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, രണ്ട് ഒരുമിച്ച് കട്ട് ചെയ്തത് നമ്മൾ ആദ്യം ബാക്ക് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രമേ ഫ്രണ്ട് കുഴിച്ച് വരച്ചവിടെ നമ്മൾ ഷേപ്പ് ചെയ്തോടെ നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ബാക്ക് പോർഷൻ കട്ട് ചെയ്തു, മറ്റേ ഫ്രണ്ട് പോർഷൻ ജസ്റ്റ് നമ്മൾ ലിഫ്റ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മളത് കട്ട് ചെയ്യാം. അതിനുശേഷം സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് നമ്മൾ കറക്റ്റ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഷോൾഡറിൻ്റെ പോർഷൻ അതാണ് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്റർ ജസ്റ്റ് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് നമുക്ക് സ്ലീവിൻ്റെ ഒരു ജസ്റ്റ് ഒരു രേഖ ഇങ്ങനെ വരുന്നത് ഡയഗ്രം. അതിനുശേഷം തുണിയിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. തുണി നമ്മൾ പേപ്പറിൽ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ തുണി രണ്ടായിട്ട് മടക്കാണ് ഇവിടെ ചെയ്യുന്നത്. തുണി രണ്ടായി മടക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ലെങ്ത് ഉണ്ടോ നോക്കുക. ലെങ്ത് പ്ലസ് തയ്യൽ തുമ്പ് എടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വീതിയിൽ കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടുന്നുണ്ടെന്നാണെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. ശേഷം ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ കറക്റ്റ് ആംപോൾ റൗണ്ടിൻ്റെ അളവ് എത്രയാണ് അതേ പ്ലസ് തയ്യൽ തുമ്പ് അതിൽ കിട്ടുന്നുണ്ടോ എന്ന് മാർക്ക് ചെയ്യാണ്. എന്നിട്ട് അതിൽ ലൈൻ വരയ്ക്കുകയാണ്. ശേഷം നമ്മൾ പേപ്പറിൽ ചെയ്തപോലെ തന്നെ മുകളിലത്തെ ലൈന് നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മേലിൽ നിന്ന് മുകളിലോട്ട് അരഞ്ചും താഴേക്ക് വരുന്ന പോർഷനിൽ താഴോട്ട് അരഞ്ചും എടുത്ത് മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്യുന്നു. പേപ്പറിൽ കാണിച്ചു തന്നെ ഇതിൽ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അരഞ്ച് മുകളിലോട്ട് അരഞ്ച് താഴോട്ട് ഷേപ്പ് ഔട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ കറക്റ്റ് അളവ് എന്തിനാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ സ്ലീവ് ഒക്കെ നമ്മൾ ചില ഡ്രസ്സിലൊക്കെ നമ്മളിങ്ങനെ കാണാറുണ്ട്. നമ്മളിങ്ങനെ ആംപോളിൻ്റെ കഷ്ണം വരുന്ന ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് അവിടെ കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഈ ലൈൻസിൽ നമ്മൾ ആദ്യം നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റ് എത്രയാണോ അത് മാർക്ക് ചെയ്തിട്ട് അവിടെ മുകളിലേക്ക് എടുക്കുന്നത്. അതിന് വേണ്ടി അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇത് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി പെർഫെക്ഷനിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം ബോട്ടം റൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. പ്ലസ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ട് മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കട്ടിംഗ് ലൈന് നമ്മുടെ സ്റ്റിച്ചിങ് ലൈൻ. ശേഷം പേപ്പറിൽ കാണിച്ച പോലെ തന്നെ ആദ്യം ബാക്ക് പോർഷൻ കട്ട് ചെയ്യുക. പിന്നെ ഫ്രണ്ട് പോർഷൻ ഒന്ന് ലിഫ്റ്റ് ചെയ്തതിന് ശേഷം ആ കുഴിഞ്ഞ് വരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. ബാക്ക് പോർഷൻ ആദ്യം കട്ട് ചെയ്യേണ്ടത് ഈ കാണിച്ചിരിക്കുന്ന പോലെ ഈ ലൈനാണ് ആദ്യം കട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം മാത്രമാണ് ഫ്രണ്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രണ്ട് പോർഷൻ നമ്മൾ കുഴിച്ച് വിട്ടാണ്. ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്യാം. ഫ്രണ്ട് ബാക്ക് ജസ്റ്റ് അടയാളപ്പെടുത്താത്ത ഒരേ തുണി ആയതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പറഞ്ഞു തരുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഫ്രണ്ട് അടയാളപ്പെടുത്തിയത് ഞാൻ നല്ല വശമായിട്ട് ഞാൻ കാണിക്കണം. ബാക്ക് ചീത്ത വശമായിട്ട് ബി എന്ന് അടയാളപ്പെടുത്തിയത് ചീത്ത വശമായിട്ട് കാണിച്ചു തരാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം കൊടുക്കും. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത്. സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എഫ് എന്ന് അടയാളപ്പെടുത്തിയത് ഫ്രണ്ട് പോർഷൻ ആണ് വന്നല്ലോ. അപ്പോൾ ഫ്രണ്ട് പോർഷൻ തിരിച്ചിട്ട് ബാക്ക് പോർഷനിലോട്ട് നമ്മൾ തയ്യൽ തുമ്പ്, അതായത് സ്ലീവിൻ്റെ ബോട്ടം വരുന്ന ഭാഗം 4 ഇഞ്ച് മടക്കി 4 ഇഞ്ച് 1 ഇഞ്ച് എത്ര നമ്മൾ തയ്യൽ തുമ്പ് എത്ര എടുത്ത് മടക്കി എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ മടക്കി ആദ്യം ഒന്ന് മടക്കി പിന്നെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബിഗിനർക്കാർക്ക് കോട്ടൺ തുണിയിൽ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. നമുക്ക് കൈ വഴങ്ങാനൊക്കെ കുറച്ചുകൂടി എളുപ്പം കോട്ടൺ തുണികൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നതാണ്. അതിനുശേഷം ഞാൻ ബോഡി പാർട്ട് അറ്റാച്ച് ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെ ജസ്റ്റ് സ്ലീവ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് കാണിച്ചു തരാം.
നമ്മൾ തയ്യൽ തുമ്പ് എത്രയാണെന്ന് വെച്ചാൽ അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നമ്മൾ സ്റ്റിച്ചിങ്ങിലൊന്ന് വരയ്ക്കണം. അതിനുശേഷം നമ്മൾ ആ പോയിന്റിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടിട്ട് സ്റ്റിച്ച് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എവിടെയും കയറി ഇറങ്ങി നിൽക്കണമെന്നില്ല. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് ബോഡി പാർട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നിൽക്കും. കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത്. നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ട കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.